പൗലുസ്ലിഹ തന്നെൻ ചൊൽ കേട്ടേനി ദേവം. ഞാനൊന്ന് ചൊല്ലിയ പോലെ ചൊല്ലാവോ? പൗലുസ്ലിഹ തന്നെൻ ചൊൽ കേട്ടേനി ദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം കൈക്കൊണ്ട് അവസാനിപ്പിപ്പോ. എന്നാൽ ഇരുന്നാട്ടെ. നിങ്ങൾ വല്ലാതെ വിഷമിച്ചല്ലേ? സത്യമായും വിഷമിച്ചില്ലേ? സത്യത്തിൽ ഇപ്പം നിങ്ങളോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉപകാരം എത്രയും വേഗം ഒരു കട്ടൻ കാപ്പി നന്നായി പറഞ്ഞു വിടുക എന്നുള്ളതാണ്. ശരിയല്ലേ? ശരിയാണോ? ഞാൻ ഈയിടെ സൺഡേ സ്കൂളിൻ്റെ വിവിധ യൂണിറ്റുകളിൽ പോവുകയും അപ്പൊ 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ അവർ ഈ സൺഡേ സ്കൂളിലെ വളരെ വിഷമിച്ചാണ് ഈ ക്ലാസ്സൊക്കെ, അധ്യാപകരുടെ ക്ലാസ്സൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് 11ിലോട്ട് വരണമെന്ന് പറഞ്ഞാൽ 10ൽ 14 പിള്ളേരുണ്ടെങ്കിൽ 11ാം ക്ലാസ്സിൽ 4 പേരേ ഉള്ളൂ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോലെ അങ്ങ് വിഷമിക്കുക. പ്രധാന സംഗതി എന്ന് പറയുന്നത് ഈ ക്ലാസ്സിലും സമ്മേളനത്തിനും എല്ലാം പ്രസംഗമേ ഉള്ളെന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പിള്ളേരെ വിഷമിപ്പിക്കുന്നത് കൊണ്ടാണ് അവർ നമ്മുടെ ക്ലാസ്സിൽ കാര്യമായിട്ട് ബാക്കി പറ ഇരിക്കാത്തത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് വളരെ ചുരുങ്ങിയ സമയം 4 ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രസംഗിച്ച് കഴിഞ്ഞ് 4 മീറ്റിംഗ് അവസാനിക്കണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്നോട് പിള്ളേർ ചോദിച്ച 3 ചോദ്യങ്ങൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഒന്നാമത്തെ ചോദ്യം ഇതൊക്കെ എന്നതാ എൻ്റെ അച്ഛ? എന്നാ ചോദിച്ച? ഇതൊക്കെ ഒന്ന് ചോദിക്കുന്നേ, ഇതൊക്കെ എന്നതാ ഇത്? ഒന്ന് ചോദിച്ചേ. ഓ, ഇച്ചിരി ധൈര്യമായിട്ട് ചോദിക്കേ, ചുമ്മാതെയല്ല. എന്നതാ ഇത്? ഒന്ന് ചോദിച്ചേ. ഈയിടെ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ, കത്തോലിക്ക സഭയിലെ സിസ്റ്റേഴ്സ് ഒരുമിച്ച് കൂട്ടി എന്നാ ചെയ്യാനാ ഒരു പാട്ടായിപ്പോയി. ഭയങ്കര റീച്ചുള്ള പാട്ടായി. നിസാര വാക്ക എന്നാ ചെയ്യാനാ എന്നുള്ള പാട്ടായി. പിള്ളേർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് എന്നതാ നീ? ഒന്ന് ചോദിച്ചേ. ആണ്ട് ചുമ്മാ കസേര കെട്ടിപ്പിടിച്ചിരിക്കുക, നേരെ ഇരുന്നേ. ഒന്ന് നല്ല ശബ്ദത്തിൽ ചോദിച്ചേ, ഇത് എന്നതാ? ഒന്നുകൂടെ ചോദിച്ചേ. സാധാരണ പിള്ളേർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈസ് ഇറ്റ് റീസണബിൾ? ഇതിന് വല്ല യുക്തിയുണ്ടോ? ഇത് ശരിയാണോ? വളരെ പ്രധാനപ്പെട്ട അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദേഹമാണ് വിശുദ്ധ കുർബാന, വിശുദ്ധ മാമോദീസ, അതുപോലെ തന്നെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പഠിപ്പിക്കൽ, ഇതിനിടയിൽ വേദപുസ്തകത്തിലെ കഥകൾ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർന്ന ഉപദേശങ്ങൾ, പരിശുദ്ധ കന്യകമറിയാമിനെ കുറിച്ച്, വിശുദ്ധന്മാരെ കുറിച്ച് എല്ലാം കൂടെ നോക്കിക്കഴിയുമ്പം ഇത് എന്നതാ? ഒന്നുകൂടെ പറഞ്ഞേ. ഇത് സാധാരണ ഒരു വല്ലാത്ത സന്ദേഹം പിള്ളേരുടെ മനസ്സിൽ ഇന്ന് ഉയരുന്ന ഒരു വിഷയമാണ്. അവർ കാര്യമായി ചോദിക്കുന്ന ഒരു പ്രശ്നം, ഇത് ശരിയാണോ? ഇത് പറയുന്നേ, ഇത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ അത്ര കാര്യമായിട്ട് പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് ഒന്നുകൂടെ പറ. ഇപ്പം നമ്മൾ വീട്ടിലെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ എന്നതേലും കാര്യത്തിനൊന്ന് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ കാര്യത്തിന് നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്താൽ അവരിപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെന്നതാ? അല്ലേ, ഇതെന്നതാ? സത്യത്തിൽ അധ്യാപകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം
എന്താണ് എന്ന് വിവരിച്ചു കൊടുക്കാനുള്ള പ്രാപ്തിയാണ്. ഒന്നുകൂടെ പറഞ്ഞേ. പിള്ളേർ ചോദിക്കുന്ന സമയത്ത് എന്താണ് എന്ന് വിവരിച്ചു കൊടുക്കണം, എന്ന് പറഞ്ഞു കൊടുക്കാൻ പര്യാപ്തരാകണം. അതിന് ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഒന്ന്, സൺഡേ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരെന്ന് കൈപൊക്കിക്ക്. 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരെന്ന് കൈപൊക്കിക്ക്. എൻ്റെ ടീച്ചറിലൊന്നും ശരിക്ക് കൈപൊക്കെ. 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവര് ഒരാളെ ആകെ ഉള്ളൂ. 2 പേര്. ഓക്കെ, 2 പേര്, 3 പേര്. ഇനി അടുത്തത് 10-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവര് കൈപൊക്കിക്ക്. 10-ാം ക്ലാസ് കണ്ടോ, വളരെ പ്രധാനപ്പെട്ട ആളുകളാ. 10-ാം ക്ലാസ് കൈതാത്തിട്ടു. ഞാൻ ഈ ചോദിച്ചതിന്റെ കാരണം, സാധാരണഗതിയിൽ സൺഡേ സ്കൂൾ അധ്യാപകർ നമുക്കെല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും സേവനം വളരെ വളരെ അനുഗ്രഹപ്രദമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്, ഉറങ്ങരുത്. എന്നാൽ ഒരു ചെറിയ നിർദ്ദേശം. ഒന്നാമത്, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സൺഡേ സ്കൂൾ പുസ്തകം ഒന്ന് വായിക്കണം. എന്നാ ഇപ്പം ഞാൻ പറഞ്ഞേ? 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സൺഡേ സ്കൂൾ പുസ്തകം ഒന്ന് വായിക്കണം. 1 മുതൽ 12 വരെയുള്ള സൺഡേ സ്കൂൾ പുസ്തകം ഓടിച്ചെങ്കിലും ഒന്ന് വായിച്ചിട്ടുള്ള ഒരു കൈവക്കിക്ക്. 1 മുതൽ 12 വരെയുള്ള സൺഡേ സ്കൂൾ പുസ്തകം 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. 1 മുതൽ 12 വരെയുള്ള, ഇപ്പം എന്തെങ്കിലും നമ്മുടെ ക്ലാസ് തുടങ്ങാൻ പോവുക. ചിലയിടത്തൊക്കെ തുടങ്ങി. ഇന്ന് ജനുവരി 25 2-3 ആഴ്ചകൾ കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കിക്കേ. ഈ 2 ആഴ്ച കൊണ്ട് 1 മുതൽ 12 വരെയുള്ള പുസ്തകങ്ങൾ ഒന്ന് വായിക്കണം. ഒരു സൺഡേ സ്കൂൾ അധ്യാപികയ്ക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു ആവശ്യകത, ഒരു ക്വാളിഫിക്കേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് 1 മുതൽ 12 വരെയുള്ള പുസ്തകം വായിക്കണം. അപ്പൊ ഇത് എന്നതാന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന രീതിയിലൊന്ന് പറഞ്ഞ് ബാക്കി മറുപടി കൊടുക്കാം. ഒന്നുകൂടെ പറഞ്ഞ്, അറിയാവുന്ന രീതിയിൽ നമുക്കൊന്ന് മറുപടി കൊടുക്കാം. രണ്ടാമത്തെ ഒരു പ്രശ്നം, വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച്, അടിസ്ഥാനപരമായി വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് പിള്ളേർ ചോദിക്കുമ്പം ബപ്പപ്പ വെക്കരുത്. എന്നാ ഇപ്പം ഞാൻ പറഞ്ഞേ? അടിസ്ഥാനപരമായി എന്തിനാ കുരിശു വരയ്ക്കുന്നത്? ഒന്ന് കുരിശു വരച്ച്. എൻ്റെ ദൈവമേ, അധ്യാപകരോട് ഇത് പറയുന്നത് തന്നെ ശരിയല്ല. കുരിശു വരച്ച്. കുരിശു വരച്ചു. എന്തിനാ കുരിശു വരയ്ക്കുന്നത്? ഇത് 1-ാം ക്ലാസ്സിൽ ചോദിക്കുന്ന എന്തിനാ കുരിശു വരയ്ക്കുന്നത്? നിങ്ങൾക്കറിയാം, സത്യമായി നിങ്ങൾക്കറിയാം. അറിയാൻ മേല എങ്കിൽ തീർച്ചയായും എന്തിനാ കുരിശു വരയ്ക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പള്ളി പോകുന്നത്, എന്തിനാ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്, എന്തിനാണ് മാമോദീസ സ്വീകരിച്ചത്, എന്തിനാണ് മരിച്ചുപോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ്, ഇങ്ങോട്ട് നോക്കിക്കേ, അയ്യോ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പം എന്തേ പിള്ളേർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, എന്തിനാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, എന്തിനാണ് വല്യപ്പനെയും വല്യപ്പച്ചനെയും നോക്കേണ്ടത്? ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്നതാ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്നതാ എന്ന ചോദ്യം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാകണം. മനസ്സിലാകണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുക. 1-ാം ക്ലാസ് മുതൽ ഉറങ്ങാതെ 1-ാം ക്ലാസ് മുതൽ, ഇത്രയും നേരം ഉറങ്ങിയ ഒരാൾ കണ്ണു തുറന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പുസ്തകം വായിക്കണം. അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പം ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, മോനെ ഇതാടാ ശരി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ OVBSന്റെ ചിന്താവിഷയം എന്നായിരുന്നു? കഴിഞ്ഞ വർഷത്തെ OVBSന്റെ ചിന്താവിഷയം ഞാൻ ചോദിച്ചത് നിങ്ങളോടാണ്, പുറയിരിക്കുന്ന ആളോടല്ല. നിങ്ങൾക്കറിയാവോ കഴിഞ്ഞ വർഷത്തെ OVBSന്റെ നടപ്പിൽ? എന്ന് ശരിക്കൊന്ന് പറ. നടപ്പിൽ അതുകൊണ്ട് ആകെപ്പാടെ പിണങ്ങി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നടപ്പിൽ നിർമ്മലരായിരിക്കും പറ. ഈ വർഷത്തെ ചിന്താവിഷയം എന്നാന്നോ?
ബി മൈൻഡ്ഫുൾ ആൻഡ് സ്റ്റേ ബ്ലസ്സഡ് എന്ന ഉണർന്നിരിപ്പീൻ അനുഗ്രഹീതരാകുവിൻ. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, അനുഗ്രഹീതരാകുവിൻ. സത്യത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം ഉണർന്നിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ, വിശ്വാസ അടിസ്ഥാനത്തിൽ ശരിയായി മറുപടി പറയാനുള്ള അത്യാവശ്യ കാര്യങ്ങളെങ്കിലും പഠിച്ചിരിക്കുക. അതിന് പ്രധാനമായും ചെയ്യേണ്ടത് 1 മുതൽ 12 വരെയുള്ള സൺഡേ സ്കൂൾ പുസ്തകം വായിക്കുക. എന്നിട്ട് പഠിപ്പിക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ, പഠിച്ചിട്ട് പഠിപ്പിക്കുക. പറ, ഒന്നുകൂടെ പറഞ്ഞ്, പതുക്കെ പറഞ്ഞ്, പഠിച്ചിട്ട് പഠിപ്പിക്കുക. പറ. ഇനി അടുത്തതൊരു പ്രധാനപ്പെട്ട വാക്കാണ്, പഠിപ്പിച്ച് പഠിക്കുക. പറ. എന്നെ ആദ്യം പറഞ്ഞത് പഠിച്ചിട്ട് പഠിപ്പിക്കുക. അല്ലാതെ ക്ലാസ്സിലേക്ക് എന്നാൽ അന്നേരെ കഴിഞ്ഞ ഞായറാഴ്ച എന്നാ പഠിച്ചായി, അപ്പൊ പിള്ളേർ പറഞ്ഞു വാ, ഉടനെ ടീച്ചർ വാ. ദൈവത്തെ ഓർത്തെ ഉപദ്രവിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞ്, പഠിച്ചിട്ട് പഠിപ്പിക്കുക, പഠിപ്പിച്ച് പഠിക്കുക. പറഞ്ഞേ, പഠിപ്പിച്ച് പഠിക്കുക. ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുമ്പോഴും ഈ പിള്ളേർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. സത്യമായും തിരുമേനിയെക്കായാലും ഞങ്ങൾ അച്ഛന്മാരെക്കായാലും നമ്മുടെ ഇടവകയിലെ കുട്ടികൾക്ക് ഇഷ്ടം ആരോടാ? നല്ല സൺഡേ സ്കൂൾ അധ്യാപകരോടെ. മോശക്കാരോട് അവർക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്ന് നിങ്ങളുടെ മോനോട് ചോദിക്കണം, എടാ കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനെയാണോ നിന്റെ മുടി വെട്ടുന്ന ബാർബറയാണോ നിനക്ക് ഇഷ്ടമെന്ന് ചോദിക്കണം. കണക്ക് പഠിപ്പിക്കുന്ന സാറിനെയാണോ, പിന്നെ എന്നെ മുടി വെട്ടുന്ന പിള്ളേർ എന്നാ പറയുമെന്ന് അന്നേരം അറിയാം. ഏത് പണിയും നന്നായിട്ട് ചെയ്യുന്നവനെ എല്ലാവർക്കും പറവാക്കി. ഒന്നുകൂടെ പറഞ്ഞ, ഏത് പണിയും നന്നായിട്ട് ചെയ്യുന്നവനെ ഇഷ്ടമാണ്. പിള്ളേർ മറക്കത്തില്ല. അതുകൊണ്ട് നീ പിള്ളേർ ശപിക്കാൻ ഇടയാകരുത്. പിള്ളേരെ ഉയ്യോ ഈ മുടിഞ്ഞതിൻ്റെ അരികിലേക്ക് 8ാം ക്ലാസ്സിൽ ചെല്ലണോ എന്ന് വിചാരിച്ച് നിങ്ങളെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കരുത്. പഠിച്ചിട്ട് പഠിപ്പിക്കണം. പറ, പഠിച്ചിട്ട് പഠിപ്പിക്കണം, പഠിപ്പിച്ച് പഠിക്കണം. പറ, പഠിപ്പിച്ച് പഠിക്കണം. പിള്ളേർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇങ്ങോട്ട് നോക്കിക്കേ. ആദ്യത്തേത് ഇത് ശരിയാണോ, ഇതെല്ലാം എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഉത്തരം കണ്ടുപിടിക്കണം. ഞങ്ങളെല്ലാം സഹായിക്കാം. നിങ്ങൾക്ക് ഏത് കാര്യത്തിൽ, ഇപ്പൊ ഈ പെട്ടെന്ന് ഇന്ന് എല്ലാം പറഞ്ഞു തരാൻ ഒക്കത്തില്ലല്ലോ. ഏത് വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ജോസാറിനോട് ചോദിച്ചാൽ മതി. ജോസാർ പറഞ്ഞു തരും, വിൽസനച്ചൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. തീർച്ചയായും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമുക്കതിനുള്ള എല്ലാ ക്രമീകരണമുണ്ട്. ദൈവം അനുവദിച്ചാൽ 2027 നിങ്ങളെ നമ്മുടെ AI ചാറ്റ് ബോട്ട് പോലെ തന്നെ, ഇപ്പൊ ഈ ചാറ്റ് GPT ഒക്കെ പോലെ തന്നെ നിങ്ങളെ വാട്ട് ഈസ് ദ ബിബ്ലിക്കൽ റെഫറൻസ് ഓഫ് ദി ഇൻഫന്റ് ബാപ്റ്റിസം എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ സിലബസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും പഠിക്കാതെ പഠിപ്പിക്കരുത്. രണ്ടാമത്തെ ഒരു വിഷയം ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് മതിയോ? ഒന്നുകൂടെ പറഞ്ഞേ. ആദ്യത്തെ തന്നെ ഇത് എന്നതാണ് ഒന്ന് പറ. ഒന്നാമത്തെ നല്ല സുന്ദരം ഭക്ഷണമായിരുന്നു, ഞാനത് കണ്ടു. അത് നല്ലപോലെ കഴിച്ചിട്ടിരിക്കുക, അതാണ് ഈ കണ്ണടഞ്ഞു പോകുന്നത്. ഇനി നോക്കി, ഇത് മതിയോ ഒന്ന് പറഞ്ഞേ. ഇതൊരു വല്ലാത്ത ചോദ്യം. പിള്ളേരെ യഥാർത്ഥത്തിൽ കുട്ടികളെ അവരന്വേഷണം നടത്തി കഴിയുമ്പം എന്തിനാണെന്ന് ചോദിക്കുമ്പം അവർക്ക് നമ്മളെ ഉത്തരം നൽകി കഴിയുമ്പോൾ അവരുടെ മനസ്സിലെ മറ്റൊരു ചിന്തയാണ്, ഇതുകൊണ്ട് മതിയോ ഒന്ന് പറഞ്ഞേ. ഇതുകൊണ്ട് അപ്പം നിങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് മതി പറഞ്ഞേ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് പറയാവോ? സത്യത്തിൽ വിശ്വാസത്തിലേക്ക് വരാൻ അല്പം വിഷമമാണ്. എന്നാൽ വിശ്വാസ ജീവിതത്തിലും ആത്മീയതയിലേക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അന്വേഷണത്തിൽ അവർ പല രീതിയിലേക്ക് തിരികെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് മതി
എന്ന ചിന്ത അവരുടെ മനസ്സിൽ വരാതെ ഇത് പോരാ എന്ന് ചിന്തിച്ചു കഴിയുമ്പം 12ാം ക്ലാസ് കഴിയുമ്പം അടുത്ത ഓരോ സംഗതികളിലേക്കും അവർ പോകും. എന്നാൽ അത് പോകാതിരിക്കാൻ വേണ്ടി ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഇത് മതി എന്നത് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, എന്നാ ഞാനിപ്പോ പറഞ്ഞേ? ആദ്യം പറഞ്ഞ എന്നാ, ഇത് ശരിയാണോ, ഇത് ശരിയാണോ? അതിൻ്റെ ഉത്തരം കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ചോദ്യം വരും, ഇത് മതിയോ? ഈസ് ഇറ്റ് ഇനഫ്? ആദ്യത്തെ ചോദ്യം ഈസ് ഇറ്റ് റീസണബിൾ? അതിന് ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ചോദ്യം ഈസ് ഇറ്റ് ഇനഫ്? ഇത് മതിയോ? നമ്മൾ വ്യക്തമായി, അവിടെയാണ് നമ്മുടെ ഈ സിലബസിൽ പിതാക്കന്മാരെ കുറിച്ചും നല്ല ജീവിത മാതൃകകളെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന എന്തിനാന്നോ? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകണം, നമ്മൾ ഈ വിശ്വാസത്തിൽ ജീവിച്ച് ഈ വിശ്വാസത്തിൽ വളരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ആധ്യാത്മികതയുടെ അടിസ്ഥാനമാണിത്. ഇത് മതി രക്ഷയ്ക്കും ആധ്യാത്മിക പ്രകാശനത്തിനും എന്ന് പിള്ളേർക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ, അതാണ് ഏറ്റവും കാതലായ ഒരു വിഷയം, ഇതിൽ നിലനിൽക്കും. ഒന്ന് പറഞ്ഞേ. ആദ്യത്തേത് എന്നായിരുന്നു? ഇതെന്താണ്? രണ്ടാമത്തേത് ഇത് മതിയോ? മൂന്നാമത്തേത് ഇതിൽ നിലനിൽക്കണം. ഇപ്പൊ 12ാം ക്ലാസ് പാസ്സായതിനു ശേഷം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ, വേറൊരു മതത്തിലേക്ക് പോയി വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ കൂടെ തെറ്റുണ്ട്, നമ്മുടെ കൂടെ ബലഹീനതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ, നന്നായി പഠിപ്പിച്ചു പഠിക്കാൻ, അവരുടെ ജീവിതത്തിന് മാതൃകയായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഒന്നാമത് അച്ഛന് പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ള, വളരെ ചുരുക്കി പറയുന്നു, രണ്ടാമത് പറയാനുള്ള ഒന്ന്, അഭിമന്യ തിരുമേനി ഈ കർത്താവ് യേശു മിശിഹായുടെ ജനനത്തിന് ശേഷമുള്ള പോസ്റ്റ് ഇൻഫൻ ഇൻസിഡൻസ് പറഞ്ഞു. എന്നാൽ ഈ യേശു ക്രിസ്തുവിന്റെ ജനനത്തോട് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ലൂക്കോസിന്റെ സുവിശേഷത്തിലെ തന്നെ ഒരു കൊച്ചു വാക്യം ഞാൻ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. അതിലെ ഒരു കുഞ്ഞു കാര്യം പറയുന്നുള്ളൂ, അതാ രണ്ടാമത്തെ വിഷയം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. ആ വാക്യം എന്നാണെന്നറിയോ? അവൾ ആദ്യജാതനെ പ്രസവിച്ചു. വേദപുസ്തകം കയ്യിലില്ലായിരിക്കുമല്ലോ, ഉണ്ടോ? ആരുടെ കാണാന്? ഫോണെ വേദപുസ്തകം ഉണ്ടോ? എന്ന് ചുമ്മാ ഒന്ന് നോക്കി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. ഞാനതങ്ങ് മറന്നുപോയി, അല്ലായിരുന്നു ഞാൻ മുഴുവൻ പറയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. അവൾ ആദ്യജാതനെ പ്രസവിച്ചു എന്നല്ലേ ആദ്യത്തേത്? ഓ എവിടെ, അതെല്ലാം പോകാനുള്ള ധൃതിയിൽ ഇത് മറന്നു പോകാതിരിക്കാൻ പിള്ളേരോട് പറയണം വേദപുസ്തകം കൊണ്ടുവരാനേ, എന്നിട്ട് നമ്മൾ കൊണ്ടുവരാതെ ഇരിക്കണം, അപ്പൊ അവര് വേദപുസ്തകം കൊണ്ടുവരും. അവൾ ആദ്യജാതനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അങ്ങനെയല്ലേ വാക്യം? എന്നാ ഒന്നുകൂടെ നോക്കിക്കേ, നീ ആ ഫോണിലൊന്ന് നോക്കിക്കേ. സത്യവേദ പുസ്തകം ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എന്നാ ഒന്നുകൂടെ പറഞ്ഞേ. അവൾ ആദ്യജാതനെ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ. ഇത് യേശുവിൻ്റെ ജനനം എന്ന 4-ാം ക്ലാസ്സിലെ ഒരു വിശദീകരണ പാഠത്തിനകത്ത് ഈ വാക്യമുണ്ട്. അപ്പൊ ഈ വാക്യം വായിച്ചപ്പം ഉടനെ പിള്ളേർ ചോദിച്ച ഒരു ചോദ്യം, ഇതൊക്കെ എന്നതാ എന്ന് നമ്മൾ പറയുന്നത് യേശു എന്ന ഒറ്റ മകനെ കന്യകമറിയാമിന് ഉള്ളൂ എന്നാണ്. പക്ഷേ ലൂക്കോസ് എഴുതിയിരിക്കുന്ന എന്നാ? അവൾ ആദ്യജാതനെ. അപ്പൊ തീർച്ചയായിട്ടും അവള് പിന്നെയും പ്രസവിച്ചില്ലേ? ആണ്ട് ദൈവം മിണ്ടാതിരിക്കുന്നു. ലൂക്കോസ് എഴുതിയിരിക്കുന്നത് അവൾ ആദ്യജാതനെ ആദ്യജാതനെ പ്രസവിച്ചു. ആദ്യജാതനെ പ്രസവിച്ചെന്ന് പറയുമ്പം പിന്നെ മക്കളുണ്ടായിട്ടില്ലേ? ഇതൊക്കെയായാലും മറിയാമിന് വേറെ മക്കളുണ്ടോ? മറിയാമിന് വേറെ മക്കളുണ്ടോ? അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുന്നു. എന്നാ മറിയാമിന് വേറെ മക്കളുണ്ട്, അരികെ ഇരിക്കുന്നവരോട് അവരുടെ പേരെന്ന് പറഞ്ഞേ. പരിശുദ്ധ കന്യകമറിയാമിന് വേറെ മക്കളുണ്ടോ? ഇല്ല എന്ന് തെരുതെരെ പറയുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്നാ?
ഏ പറയുന്നേ ഉറങ്ങാതെ. എന്തോ ആ ടീച്ചർ പറഞ്ഞേ ശരിയാ. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 24 വാക്യത്തിൽ പരിശുദ്ധ കന്യക മറിയാമിനെ കുരിശിൽ കിടന്ന് യേശു ക്രിസ്തു യോഹന്നാനെ ഏൽപ്പിച്ച്, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് വേറെ മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു വിധവ സ്ത്രീ, ആ വിധവ സ്ത്രീയുടെ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ, അങ്ങനെയുള്ള സ്ത്രീക്ക് മൂത്ത മകൻ അവനൂടെ മരിക്കുന്ന സമയത്ത് വേറെ മക്കളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കത്തുള്ളൂ. ശരിയല്ലേ ടീച്ചറെ? ശരിയല്ലേ? യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 24 വാക്യം. അതുകൊണ്ട് ആ ഒരു സംഭവം അനുസരിച്ച് നമുക്ക് പറയാം മറിയാമിന് വേറെ മക്കൾ ഇല്ല. എന്നാൽ ഇതേ വേദപുസ്തകത്തിൽ തന്നെ യോസ, യൂദ, അങ്ങനെ യേശുവിന്റെ സഹോദരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് ഇവനെ അറിയാമല്ലോ, മറിയാമിന്റെ പുത്രനും ഇവന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അറിയാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരിമാരുണ്ടോ? കുഴച്ചിലാണ്. ഇതൊക്കെയാണ് ഇതെല്ലാം. ഇതെന്നതാ എന്ന ചോദ്യം. ഇതെന്നതാന്ന് ചോദിക്കുമ്പം ആ ടീച്ചറെ പോലെ തന്നെ വേദപുസ്തകം ഒന്ന് അറിയാമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് മനസ്സിലാകും ഇത് മതിയോ എന്ന ചോദ്യം. ഇത് മതിയെന്നവർക്ക് ബോധ്യമാകും. ടീച്ചറെ, ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം ഉള്ളത്, എൽദോ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ച ലൂക്കോസിന്റെ സുവിശേഷം 2 അധ്യായം 42 മുതലാണ് വായിക്കുന്നത്. അവിടെ കർത്താവിന് വയസ്സ് 12. 12ാമത്തെ വയസ്സിൽ പെസഹ പെരുന്നാളിനെ അമ്മ മറിയാമും യൗസേപ്പും യേശു കുഞ്ഞൂടെ പോയി. വർഷം എത്രയായി? വളരെ സൂക്ഷ്മമായ കാര്യങ്ങളാണ് ലൂക്കോസ് പറയുന്നത്. 12 വയസ്സുള്ള യേശു പെസഹ പെരുന്നാളിന് യെരൂശലേം ദേവാലയത്തിൽ പോകുമ്പം മറിയാമിന് വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ കണ്ടേനെ. പക്ഷേ വേറെ ആരെങ്കിലും ഉള്ളതായി പറയുന്നുണ്ടോ? പറയുന്നില്ല. അതിനേക്കാൾ ഉപരി 3 ദിവസത്തെ യാത്ര തിരികെ പോരുന്നു, യേശു കൂടെയില്ല. തിരികെ ചെല്ലുമ്പം അമ്മ ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനെ നീ ഞങ്ങളോട് എന്നെ ഇങ്ങനെ ചെയ്തത്? അപ്പൊ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലിരിക്കുന്നു. യേശു ക്രിസ്തു തൻ്റെ ദൈവീക പൈതൃകത്തെക്കുറിച്ചും പിതൃത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ അടിസ്ഥാനപരമായി ലൂക്കോസ് എവങ്കേലിയോസ്ത സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. കർത്താവിനെ ഓൺ കിത്ത് ആൻഡ് കിൻസ്, അല്ലെങ്കിൽ മറിയാമിൽ നിന്ന് വേറെ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ വ്യക്തമായി പ്രതിപാദിക്കേണ്ട ഒരു സന്ദർഭമാണ് 12ാമത്തെ വയസ്സിൽ കർത്താവ് ദേവാലയത്തിൽ പോകുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലും ടീച്ചർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്തിലും ഒരു സന്ദർഭത്തിലും കർത്താവിൻ്റെ സഹോദരങ്ങളെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ സഹോദരന്മാരും സഹോദരിമാരെന്നും പറയുന്നത് യഥാർത്ഥത്തിൽ യൗസേപ്പിന്റെ ആദ്യ ഭാര്യയിൽ നിന്നുള്ള മക്കളാണ്. അതോടൊപ്പം തന്നെ കന്യക മറിയാമിന്റെ സഹോദരിമാരുടെ മക്കളാണ്. യാക്കോബും യോഹന്നാനും സഹോദരി മറിയത്തിന്റെ മക്കളാണ്. കാരണം ഈ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ കുരിശിന്റെ ചുവട്ടിൽ 4 മറിയമാരുണ്ട്. അമ്മ മറിയം, മഗ്ദലക്കാരത്തി മറിയം, സഹോദരി മറിയം, ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയം. ഇവരെല്ലാം ഈ പരിശുദ്ധ കന്യക മറിയാമിനോടുള്ള ബന്ധമാണ്. ഞാൻ ചുമ്മാ ഒരു വിഷയം ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതല്ല എൻ്റെ പ്രശ്നം. രണ്ടാമത് എനിക്ക് പറയാനുള്ള വിഷയം, ശീലകൾ ചുറ്റി എവിടെ കിടത്തിന്ന വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പശുത്തൊട്ടിയിൽ കിടത്തി. ഈ വഴിയമ്പലം, വേദപുസ്തകത്തിൽ എത്ര വഴിയമ്പലത്തെ കുറിച്ച് പറയുന്നുണ്ടെന്ന് അറിയാവോ? ഒച്ചപ്പറ. ശമരിയക്കാരൻ്റെ ഒരു വഴിയമ്പലം ഉണ്ട്. പിന്നെ ഏതാ? ഈ ലൂക്കോസ് എവങ്കേലിയോസ്ത പറയുന്ന വഴിയമ്പലം ഉണ്ട്. വേറെ വഴിയമ്പലം വല്ലതും ഉണ്ടോ? വേറെ വഴിയമ്പലം. പെസഹ പെരുന്നാളിനെ നിങ്ങൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത് കാണും. ആ മനുഷ്യൻ കയറുന്ന ഭവനത്തിൽ ചെന്ന് പെസഹ ഒരുക്കാനുള്ള ശാല, ആ ശാലയും സത്യത്തിൽ ഇതേ വാക്യമാണ്, വഴിയമ്പലം എന്ന വാക്യമാണ്. മറ്റൊന്നുണ്ട്, എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർ സന്ധ്യ ആയപ്പോൾ താമസിച്ചതും ഒരു വഴിയമ്പലം. 4 വഴിയമ്പലം ഉണ്ട്. അതിൽ 3 വഴിയമ്പലം ഒരുപോലെയാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 2:7 പറയുന്ന വഴിയമ്പലവും എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ രാത്രിയിൽ അധിവസിച്ച വഴിയമ്പലവും
അതുപോലെ തന്നെ പെസഹ പെരുന്നാളിനെ ക്രമീകരിച്ച വഴിയമ്പലവും ഇതെല്ലാം ഗസ്റ്റ് ഹൗസുകളാണ്. എന്നാൽ നല്ല ശമരിയാക്കാരൻ്റെ വഴിയമ്പലം അത് സത്യത്തിൽ ഒരു ഹോസ്പിറ്റൽ. അതാണ് പിന്നീട് ചർച്ച് എന്ന അർത്ഥത്തിൽ വിശദീകരിക്കുന്നത്. അതൊന്നും ഞാൻ പറയുന്നില്ല. ദേ ഇങ്ങോട്ട് നോക്കിക്കും. ഈ വഴിയമ്പലം അവിടെ മറിയാമും യൗസേപ്പൂടെ ചെന്നിട്ട് ലൂക്കോസിന്റെ വിശദീകരണം അനുസരിച്ച് കുഞ്ഞ് കയ്യിലുണ്ട്, ചോര കുഞ്ഞാണ്. ചോദിച്ച ചോദ്യം ഇതാണ്, ഈ കൊച്ചിനെ കിടത്താൻ ഒരു ഇച്ചിരി സ്ഥലം തരാവോ? എന്നെ ചോദിച്ച് ഏറ്റവും പുറയിലിരിക്കുന്നവർ കേട്ടോ, ഈ കുഞ്ഞിനെ കിടത്താൻ എനിക്ക് സത്യത്തിൽ ഈ സൺഡേ സ്കൂളിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം ഈ ഒരു വാക്ക് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ വഴിയമ്പലക്കാരനോട് യൗസേപ്പും മറിയാമും ചോദിക്കുക, ഈ കുഞ്ഞിനെ കിടത്താൻ ഒരു സ്ഥലം തരാവോ? ചുമ്മാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ കിടത്താൻ പറ. ഈ കുഞ്ഞിനെ കിടത്താൻ ഒന്നുകൂടെ പറഞ്ഞ്. അതെ, 3 പേരും ചുമ്മാ ഇരിക്കുക, തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞിനെ കിടത്താൻ ഒന്നുകൂടെ പറയുന്നേ, ഈ കുഞ്ഞിനെ കിടത്താൻ സ്ഥലം തരാവോ? സത്യത്തിൽ ആ വഴിയമ്പലക്കാരൻ അവിടെ മുഴുവൻ ഓക്യുപ്പൈഡാണ്, എല്ലാ റൂംസും ഓക്യുപ്പൈഡാണ്. അത് സത്യമാണ്, ഇടയില്ല. പക്ഷെ ഈ വഴിയമ്പലക്കാരനെ അവൻ്റെതായ ഒരു സ്ഥലമുണ്ട്. എന്നെ ഇപ്പം ഞാൻ പറഞ്ഞേ, അവൻ്റെതായ ഒരു സ്ഥലമുണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് ഹിസ് ഓൺ സ്പേസ്. ഒന്നുകൂടെ പറഞ്ഞേ, അത് മനസ്സിലൊന്ന് വെക്കുക. അവൻ്റെതായ ഒരു സ്ഥലമുണ്ട്. അവന് പറയാമായിരുന്നു, ദേ എനിക്കിവിടെ ഒരു ഇച്ചിരി സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഈ കൊച്ചിനെ കിടത്തിക്കൂ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങോട്ട് നോക്കിക്കേ, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ സത്രക്കാരന്റെ പേരിൽ എന്ത് ആശ്രമം ഉണ്ടായേനെ, സത്രക്കാരന്റെ പേരിൽ പള്ളി ഉണ്ടായേനെ, സത്രക്കാരന്റെ പേരിൽ എന്തെല്ലാം ഉണ്ടായേനെ. പക്ഷെ നമുക്കാർക്കെങ്കിലും ഇന്ന് ഈ സത്രക്കാരനെ അറിയാവോ? എന്തൊരു നിർഭാഗ്യവാനായ മനുഷ്യൻ. അതാണ് രണ്ടാമത് പറയാനുള്ളത്. നിങ്ങൾക്ക് അല്പമെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഈ കൊച്ചിനെ കിടത്താൻ, കണ്ടു മിണ്ടാതിരിക്കുന്നു, ഈ കൊച്ചിനെ കൊടുക്കാൻ നിങ്ങൾ പറയുന്നത് 9ാം ക്ലാസ്സിൽ ഞാൻ ഇന്നും പഠിപ്പിക്കത്തുള്ളൂ. 12ാം ക്ലാസ് പാസ്സായ കൊച്ച് നിങ്ങളുടെ സൺഡേ സ്കൂളിലുണ്ട്, അവന് സ്ഥലം കൊടുക്കത്തില്ല. നിങ്ങളുടെ സൺഡേ സ്കൂളിൽ വർഷം 34 നിങ്ങളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറത്തില്ല. മാറണമെന്നൊന്നും അല്ല അച്ഛൻ പറയുന്നത് കേട്ടോ. സത്യത്തിൽ നിങ്ങളുടെ സേവനം മലങ്കര സഭയ്ക്കും ഈ തലമുറയ്ക്കും ഏറ്റവും നല്ലതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് നോക്കിക്കേ, ഇടം കൊടുക്കണം. ഒന്നുകൂടെ പറയുന്നേ നിർബന്ധിച്ച് 12ൽ ഞാൻ തന്നെ പഠിപ്പിക്കത്തുള്ളൂ. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ 14 വർഷമായി ഈ പുസ്തകം ഞാൻ അരച്ചു ഗുണിച്ചു പഠിപ്പിക്കുകയാണ് അച്ഛാ. അതേസമയം 9ലെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും, ആ ടീച്ചർ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ 10ൽ പോകുന്നില്ല. അതുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ വർഷം 10ലാണ് പഠിപ്പിക്കുന്നെങ്കിൽ വരുന്ന വർഷം 2ൽ പഠിപ്പിക്കണം. ഈ വർഷം 2ലാണ് പഠിപ്പിക്കുന്നെങ്കിൽ വരുന്ന വർഷം 7 പഠിപ്പിക്കണം. ഇടം കൊടുത്ത് ഇടം നേടുക. ഒന്നുകൂടെ പറഞ്ഞേ, ഇത് എന്നതാ ആണ്ട് മിണ്ടാതിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ഇടം കൊടുത്ത്, ഒന്നുകൂടെ പറ, ഇടം കൊടുത്ത് പഠിച്ചിട്ട് പഠിപ്പിക്കണം. പഠിപ്പിച്ച് പഠിക്കണം. പറ. രണ്ടാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരെ ഒന്ന് സഹകരിപ്പിച്ചേ പറ്റൂ. നിങ്ങൾ ഓർക്കണേ, നമ്മുടെ എല്ലാം മനസ്സിലൊരു ചിന്തയുണ്ട്, എൻ്റെ ദൈവമേ, ഞാൻ ഹെഡ് മാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു, എൻ്റെ ഈ ഹെഡ് മാസ്റ്റർ സ്ഥാനം പോയി കഴിഞ്ഞാൽ ഈ പള്ളിയിലെ സൺഡേ സ്കൂളിൽ നിന്ന് പോവുമല്ലോ. ദേ ഇങ്ങോട്ട് നോക്കിക്കുക, എൻ്റെ മുഖത്ത് നോക്കിക്കുക. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഒട്ടും നിന്ന് പോകത്തില്ല. സൺഡേ സ്കൂൾ ഇതിലും ഭംഗിയായി നടക്കും എന്നോർത്ത് നിങ്ങളുടെ സേവനങ്ങളെ
അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകളെ വിലമതിക്കാതെ അല്ല ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരെയും സഹകരിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവരെ അവർക്കിടം കൊടുത്ത് ചേർത്ത് നിർത്തി. ഇപ്പം കല്യാണം കഴിച്ച് നമ്മുടെ സൺഡേ സ്കൂളിൽ ഒരു പെങ്കൊച്ചു വന്നു. അത് തുമ്പമൺ പള്ളിയിലെ നല്ലപോലെ ആക്റ്റീവായി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. നിങ്ങൾക്കറിയാം. അന്നേരം നിങ്ങൾ 14 പേര് ഒരുമിച്ച് ചേർന്നു, ഒരു കാരണവശാലും അവളെ ഇവിടെ വരുത്തരുത്. അങ്ങനെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ചിന്തിക്കരുത്. നമ്മളെല്ലാം ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മളെല്ലാം ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. സത്യത്തിൽ എൻ്റെ ശക്തി നിങ്ങളാണ്. അയ്യോ, നിങ്ങളുടെ നല്ല വാക്കുകൾ, നിങ്ങളെല്ലാവരും എന്നെ ഫോൺ വിളിക്കുകയോ ഓരോന്ന് ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നു. എന്തൊരു സന്തോഷമാണെന്നോ. ഇതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വളർച്ച, അവരുടെ ആധ്യാത്മികത, അത് നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് കഴിവതും ചേർത്ത് നിർത്തണം. മൂന്നാമത് ഒരു കാര്യം, ഇങ്ങോട്ട് നോക്കിക്കേ. ആദ്യം പറഞ്ഞ എന്നെ ഇത്, അതാ അവസാനം എനിക്ക് പറയാനുള്ള ഇത് എന്നതാണ്. ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ഞാനൊരു പള്ളി ചെന്നേ, അവിടെ ഇടവക ദിനത്തോടനുബന്ധിച്ച് ചിക്കൻ ബിരിയാണി വെച്ചു. അപ്പം ആ പള്ളിയിൽ ഒരു 6 മാസം ഞാൻ ശുശ്രൂഷ അനുഷ്ഠിച്ചും എന്നിട്ടും കാണാത്ത കുറെ ആളുകളെ ഈ ചിക്കൻ ബിരിയാണിയുടെ ദിവസം കണ്ടു. ആ ഭയങ്കര ആളെ, നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പയ്യൻ. ഞാൻ അവനോട് വർത്താനം പറഞ്ഞു, എടാ നീ എവിടെയുള്ളതാ? അപ്പൊ അവൻ എന്നോട് ചോദിച്ചാ, ഞാൻ ഈ ഇടവകക്കാരനാണ്. ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഒരു 3 പ്രാവശ്യം ആ വീട്ടിൽ വന്നല്ലോ. അവനവൻ്റെ വീടൊക്കെ പറഞ്ഞു. ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. ഓ, അച്ഛൻ വരുന്നെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അച്ഛൻ വരുന്നെന്ന് ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇടവക്കാരനെ കാണാൻ ഒക്കത്തില്ല. അവൻ അന്നേരെ പോകും. പറഞ്ഞു വന്നപ്പോൾ ഈ പയ്യൻ എന്നോട് പറയുക, ഞാൻ ചോദിച്ചു, എൻ്റെ മോനെ നീ സൺഡേ സ്കൂൾ പഠിച്ചോ? ഓ, എൻ്റെ അച്ഛ 7ാം ക്ലാസ് വരെ പഠിച്ചു. അതോടെ ഞാൻ പരിപാടി നിർത്തി. നിർത്തിയതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നാന്നോ, ഈ പൊതു ക്ലാസ് നടക്കുന്ന സന്ദർഭത്തിലെ ഒരു ദിവസം ഈ ഹെഡ് മാസ്റ്റർ ഇവനെ എഴുന്നേപ്പിച്ച് നിർത്തി, വിശ്വാസ പ്രമാണം ചൊല്ലടാ എന്ന് പറഞ്ഞു. എന്നെ ചൊല്ലാനാ പറഞ്ഞേ? അവൻ വിശ്വാസ പ്രമാണം ചൊല്ലി. പക്ഷേ 2ാം പാരഗ്രാഫിൽ ഇടയ്ക്ക് വെച്ച് അതങ്ങ് നിന്നുപോയി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരാളെ എഴുന്നേപ്പിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിച്ചാലും വേണ്ട സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അന്ന് ആ പയ്യനെ കളിയാക്കി ആ ഹെഡ് മാസ്റ്റർ വിട്ടു. അവൻ അന്ന് സൺഡേ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നെ ഇപ്പം വന്നത് ബിരിയാണി വെക്കാനാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ദൈവത്തെ ഓർത്തെ ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ പണി കളിയാക്കാനും മുഖം നോക്കി മാർക്കിടാനും അതുപോലെ തന്നെ നമ്മുടെ സർവ്വ അസൂയയും അഹങ്കാരവും ഇറക്കാനുള്ള വിളനിലം അല്ല. അങ്ങനെ ചെയ്യരുതേ. ഞാൻ ഒരു ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഇനിയും പുസ്തകം എല്ലാം കൊണ്ട് എന്ന് പല സൺഡേ സ്കൂളിലും ചെല്ലുമ്പോൾ കാണുന്നത് പുസ്തകം തുറന്നങ്ങ് വായനയാ. പരിശുദ്ധനായ ഗീവർഗീസ് തിരുമേനി തിരുമേനി, 6-ാമൻ ഒറ്റശ്ശേരിൽ തിരുമേനി, പരിശുദ്ധനായ തിരുമേനി എന്ന് പറഞ്ഞ ഇങ്ങനെ വായിച്ചാലൊന്നും പിള്ളേർ നിങ്ങളെ ശ്രദ്ധിക്കത്തില്ല, നമ്മളെ ശ്രദ്ധിക്കത്തില്ല. അതേസമയം നമ്മൾ നന്നായി, ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഫെസിലിറ്റേറ്റർ എന്നൊരു വാക്കുണ്ട്. എന്നാ വാക്ക്? എന്നോട് പറഞ്ഞേ. ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഠിക്കുവാൻ പ്രേരിപ്പിക്കുക. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറ. നമുക്കറിയാവുന്ന എല്ലാം കൂടെ പറഞ്ഞു കൊടുക്കണ്ട. എന്നാൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുവാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കണം. നിങ്ങൾ ഓർത്തേ, ഇവ നമ്മളെ 1-ാം ക്ലാസ് മുതൽ, പ്രത്യേകിച്ച് 3-ാം ക്ലാസ് മുതൽ 11-ാം ക്ലാസ് വരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബ പ്രാർത്ഥന, എല്ലാ വിശുദ്ധ കുർബാനയിലെയും പ്രതിവാക്യങ്ങൾ, പ്രഭാത നമസ്കാരം, സന്ധ്യാ നമസ്കാരം, 3 നോയമ്പിലെ 50 നോയമ്പിലെ പ്രാർത്ഥന, എന്തിനേറെ പറയണം, കഷ്ടാനുവാഴ്ചയിലെ പ്രത്യേക കൗമ വരെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ പുസ്തകം തുറന്നു നോക്കാത്ത അച്ഛനും അല്ലേ, ചിലരുണ്ട്, ഞങ്ങൾ വൈദികർ പോലും ഇത് തുറന്നു നോക്കിയിട്ടില്ല. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, സൺഡേ സ്കൂളിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടോ? ഓ, പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പുസ്തകം നോക്കാതെ അറിയാനോ?
അല്ലേ? എന്നാൽ പ്രധാന വിഷയം അതല്ല. പ്രാർത്ഥന പഠിപ്പിക്കുകയല്ല. ഇങ്ങോട്ട് നോക്കിക്കേ, പ്രാർത്ഥിക്കാൻ പറവാക്കി, പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവിടെയാണ് ഈ കാലഘട്ടത്തിൽ അധ്യാപകരുടെ ചുമതല. അത് വളരെ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സമയം പോയതുകൊണ്ട്, പ്രത്യേകിച്ച് 4 മണിക്ക് നമുക്ക് നിർത്തേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. നിങ്ങളെ വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മറിയാം സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിക്കീസ്മാർ അങ്ങേരെ എന്നാ ജീവിച്ചിരുന്നതെന്നറിയാവോ? 512 മുതൽ 547 വരെ, എന്ന് വെച്ചാൽ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവാണ്. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ, ഇദ്ദേഹമാണ് നമ്മുടെ പാരമ്പര്യത്തിലെ ശ്രേഷ്ഠ മൽപ്പാൻ. അതുകൊണ്ടാണ് വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ. എൻ്റെ ദൈവമേ, ഒരു സൺഡേ സ്കൂൾ അധ്യാപകനെ കുറിച്ച്, ഒരു നല്ല അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയാൻ ഒക്കുകയായിരുന്നെങ്കിൽ, അല്ലേ? മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നെ. ഞാൻ ഒരു പ്രാവശ്യം ഈ 5-ാം ദൂതം വായിച്ചപ്പം പാമ്പാടി തയ്യാറായിൽ പൊത്തമ്പ്രത്തെ തിരുമേനയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ല ശുശ്രൂഷകനുണ്ട്. അദ്ദേഹത്തിന് നന്നായി സുറിയാനിയും നമ്മുടെ പാരമ്പര്യമൊക്കെ അറിയാം. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, മറിയാം സംശയം കൂടാതെ ദൈവമാതാവാണെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഒന്നുകൂടെ പറഞ്ഞ്, മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ. ഞാൻ ചുമ്മാ പെട്ടെന്ന് ചോദിക്കട്ടെ, സംശയം മറിയാമിനായിരുന്നു സേവോറിയൂസിനായിരുന്നു? സംശയം മറിയാമിനാണോ സേവോറിയൂസിനാണോ? ഒന്നുകൂടെ ചൊല്ലിക്ക്, മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികേസ്മാർ. അപ്പൊ സംശയം ആർക്കാ? സംശയം ആർക്കാ? അയ്യോ, ഇന്ന തെറ്റാ കേട്ടോ. നമ്മളിങ്ങനെ ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് അറിയോസിന്റെ വേദോപരീത കാലഘട്ടത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് പിന്നീട് എഫേസോസ് ഉന്നകദോസിൽ 381 യേശുവിന്റെ അമ്മയെന്നും തെയോട്ടോക്കസ് എന്ന് വെച്ച 2 പദങ്ങളുണ്ടായി. അതിൽ സംശയം കൂടാതെ മറിയാം ദൈവമാതാവെന്ന്. നിങ്ങൾ നോക്കിക്കേ, അമ്മയ്ക്ക് ഒരു സംശയവും ഇല്ല. പിന്നീട് വന്നവർക്കാ സംശയം. അമ്മയ്ക്ക് സംശയമുണ്ടോ? അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. ഉറങ്ങിയവർക്ക് വേണ്ടി മാത്രം. ഉറങ്ങിയവർ ഇത് കേട്ടില്ല. സംശയം മറിയാമിനാണോ സേവോറിയൂസിനാണോ? ഇങ്ങോട്ട് നോക്കിക്കേ, സംശയം. ഇനി നിങ്ങൾ സ്ത്രീകൾ എന്ന നിലയിൽ ഓർത്തേ, ഉണ്ടായിരിക്കുന്ന കുഞ്ഞ് ദൈവപുത്രനാണെന്ന് നന്നായി അറിയാവുന്നത് ആർക്കാ? അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. പിന്നെ മറിയാമിന് എന്നാ സംശയമുണ്ടോ? ഈ ചരിത്ര ലോകത്തിൽ രണ്ടേ രണ്ട് പേർക്ക് മറിയാമിൽ ഉരുവായത് ദൈവപുത്രനാണെന്ന് നിസ്സംശയം അറിയാവുന്നവരുള്ളൂ. ഇങ്ങോട്ട് നോക്കിയോ, ഒന്നുകൂടെ പറയുക. രണ്ട് പേർക്ക് നിസ്സംശയം അറിയാവുന്നുള്ളൂ. നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാ. എന്നാൽ 2 പേർക്ക് കൃത്യമായി അറിയാം. ആർക്കൊക്കെയാ? മറിയാമിനും പിതാവായ യൗസേപ്പിനും. മറിയാമിനും യൗസേപ്പിനുമാണ്, വേറെ ആർക്കും അല്ല. നിങ്ങൾക്ക് എന്നാ ടീച്ചർ പറഞ്ഞ എന്നാ? മറിയാമിനും യോസേപ്പിനും. അതാ ഞാൻ പറഞ്ഞേ. അല്ല, പുറയിരുന്ന ടീച്ചറെ അത് തന്നെയാണോ പറഞ്ഞേ? ഒന്നാമത് മറിയാമിനറിയാം എൻ്റെ ഉദരത്തിൽ ഉരുവായത് ആര് മുഖാന്തര? പരിശുദ്ധാത്മാവ് മുഖാന്തര. രണ്ടാമത് വ്യക്തമായി അറിയാം, ഞാനല്ല ഈ കുഞ്ഞിന്റെ ഉത്തരവാദി എന്ന് ആർക്കറിയാം? യൗസേപ്പിനറിയാം. അതുകൊണ്ടാ എൽദോ പെരുന്നാളിന് മുമ്പ് യൗസേപ്പിന്റെ വെളിപാട് വെച്ചിരിക്കുന്നത്. എന്നാ ഞാൻ പറഞ്ഞേ? എൽദോ പെരുന്നാളിന് മുമ്പ് യൗസേപ്പിന്റെ വെളിപാട്. പോകട്ടെ. സംശയരഹിതമായി മറിയാം ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചു മാർ സേവേറിയോസ്. സംശയം 381 സുന്നകദോസിൽ കൂടിയ പിതാക്കന്മാർക്കായിരുന്നു. അവരുടെ സംശയം മാറ്റി
യഥാർത്ഥത്തിൽ യേശു ദൈവപുത്രനാണ്, ദൈവമാണ് എന്ന സത്യം സംശയരഹിതമായി സേവേറിയൂസ് പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തെക്കുറിച്ചുള്ള സെതറായിലെ 1-2 വാക്കുകൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. ഏലിയാവിന്റെ വിശ്വാസം, മോശയുടെ വിനയം, ദാവീദിന്റെ കീർത്തന മാധുര്യം, യെരമ്യാവിന്റെ ശിക്ഷണം, ഹോശേയയുടെ അനുസരണം. പിതാവായ സേവേറിയോസേ, അങ്ങ് ലോകൈക മൽപ്പാനാണ്. അങ്ങയ്ക്ക് ഏലിയാവിന്റെ വിശ്വാസമുണ്ട്, മോശയുടെ വിനയമുണ്ട്, ദാവീദിന്റെ കീർത്തന മാധുര്യമുണ്ട്, യെരമ്യാവിന്റെ ശിക്ഷണമുണ്ട്, ഹോശേയയുടെ അനുസരണമുണ്ട്. വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? എന്നാ നേരെ ഒന്നിരുന്നേ, നേരെ ഒന്നിരുന്നേ, ശരിക്കൊന്നിരിക്കെ. നല്ല അധ്യാപകനെ ഈ പറയുന്ന 5 കാര്യങ്ങൾ കാണണം. 5 പറഞ്ഞ് വിഷമിക്കണ്ട. ഒന്നാമത്തേത് ഏലിയാവിന്റെ വിശ്വാസം. ഒന്ന് പറ, ഒന്നുകൂടെ പറ, ഒന്നുകൂടെ പറ. ഒന്നാമത്തേത് മറന്നോ? പിന്നെ എന്നതാ ഒന്നാമത്തെ? അതാണ് നല്ല മൽപ്പാനായ സേവേറിയൂസിന്റെ പ്രത്യേകത. എന്നതാ? ശരിക്കു പറ. ഏലിയാവിന്റെ വിശ്വാസം എന്നാന്നറിയാവോ? അതാണ് ഈ സൺഡേ സ്കൂൾ പുസ്തകം വായിക്കണമെന്ന് പറയുന്നത്. 7ാം ക്ലാസ്സിലെ സൺഡേ സ്കൂൾ പുസ്തകത്തിലുണ്ട്. എന്നതാ? എന്നാ? ഭയങ്കര മഴ ഉണ്ടായിരുന്നപ്പം മഴ നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ച ആളാണ് ആരെ? ഇങ്ങനെയൊക്കെ പറയാവോ? മഴ ഇല്ലാതിരുന്നപ്പം മഴ പെയ്യണമെന്ന് പ്രാർത്ഥിച്ചതാണ് ആരെ? പറവാക്കി. അപ്പൊ ഏലിയാവിന്റെ വിശ്വാസം എന്നാ? അത് യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവം എല്ലാ അസാധ്യതകളുടെ നടുവിലും സാധ്യത ഉളവാക്കുമെന്ന് വിശ്വസിച്ചവനാണ് ഏലിയാവ്. രണ്ടാമത്തേത് മോശയുടെ വിനയം. ഒന്ന് പറഞ്ഞേ. എല്ലാ അധ്യാപകരും നമ്മൾ നേതൃത്വ നിരയിലുള്ളവരാണ്. ഈ ജനത്തെ അല്ലെങ്കിൽ ഈ തലമുറയെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്നവരാണ്. പക്ഷെ അഹങ്കാരം വെച്ചോണ്ട് പഠിപ്പിക്കാൻ പോയേക്കരുതേ. മോശയെപ്പോലെ സമാഗമന കൂടാരത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ കവിണ്ണു വീണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വിനയമുള്ള അധ്യാപകർ. ഒന്ന് പറഞ്ഞേ. അപ്പൊ ഒന്നാമത്തേത് എന്നായിരുന്നു? എൻ്റെ ദൈവമേ, നിങ്ങൾ പെട്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഒന്നാമത്തെ എന്നായിരുന്നു? ഏലിയാവിന്റെ വിശ്വാസം. അതാണ് വിശ്വാസത്തിന്റെ മാതൃക. രണ്ടാമത്തെ എന്നാ? മൂന്നാമത്തേത് ദാവീദിന്റെ കീർത്തന മാധുര്യം. എന്നാ? ഇതെല്ലാം സേവേറിയൂസിന് ഉണ്ടായിരുന്ന പറയുന്നത്. ഈ ദാവീദിന്റെ കീർത്തന മാധുര്യം എന്ന് പറയുമ്പം എല്ലാ അധ്യാപകരും നന്നായിട്ട് പാടണം എന്നാണ് അച്ഛൻ പറയുന്നത്. അല്ല, എന്നാലും ഒരുമാതിരി ഭേദപ്പെട്ട അല്ലെ ഭക്തർ പുകഴ്ച പാദനമയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം വല്ലാതെ ആയി പോകരുത് കേട്ടോ. നിന്നാൾ സ്തുതിയോട് രാജമകൾ. ഒന്ന് ചൊല്ലിക്ക്. നിന്നാൾ സ്തുതിയോടും. മതി കേട്ടോ, മതി. നന്നായിട്ട് പാടുന്നുണ്ട്. എന്നാ ഇതിന്റെ അർത്ഥം? എന്നാ ഇതിന്റെ അർത്ഥം? എന്നാ ഇതിന്റെ അർത്ഥം? വേണ്ട. നിന്നാൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ? അവൾ നിന്നു സ്തുതിയോടെ. രാജമകൾ. ഇങ്ങോട്ട് നോക്കിക്കേ. കീർത്തന മാധുര്യത്തിന്റെ വിശദീകരണ അർത്ഥം എന്താണ് ചൊല്ലുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അധ്യാപകർക്കുണ്ട്. രണ്ടാമത്, നമ്മളെ ആരാധനയിൽ നിങ്ങളെപ്പോഴും കുട്ടികളോട് പറയുമ്പം, നിങ്ങളെ രാവിലെ 7 മണിക്ക് നമസ്കാരം തുടങ്ങും, ഏകദേശം 10 മണിക്ക് വിശുദ്ധ കുർബാന അവസാനിക്കും. നിങ്ങൾ 9:30 ആകുമ്പോൾ പഠിപ്പിക്കാനായിട്ട് ഇനി വരും. 9:30 ആകുമ്പം പഠിപ്പിക്കാൻ വരും. നിങ്ങളെ കണ്ടിട്ട്, എന്നെ കണ്ടിട്ട് പിള്ളേരൊന്നും പഠിക്കത്തില്ല. അതേസമയം സൺഡേ സ്കൂൾ അധ്യാപകർ നിഷ്ഠയോടെ ആരാധനയെ സംബന്ധിക്കുന്നവരായിരിക്കണം. വിശ്വാസ ജീവിതത്തിൽ വ്യക്തത ഉണ്ടായിരിക്കണം. അവർ വിനയത്തോടെ മറ്റുള്ളവരോട് ഇടപെടാൻ സാധിക്കണം. അവിടെയാണ് മൽപ്പാനായമാർ സേവേറിയൂസിനെ പോലെ തന്നെ അധ്യാപക വൃന്ദത്തിന്റെ മനോഹര ഗുണങ്ങൾ വേദപുസ്തകവും സഭയുടെ ആരാധനയും പഠിപ്പിക്കുന്നത്. മറ്റൊന്ന്, യിരെമ്യാവിന്റെ ശിക്ഷണം. അത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ചെവിക്ക് പിടിക്കരുത്, കളിയാക്കരുത്, തല്ലരുത്. ഇതൊക്കെ ചെയ്യാവോ? ചെയ്താൽ അകത്തു പോകും. ഇപ്പം ക്ഷേമനിധിയൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ എഴുതി കൊടുത്തതാ കേട്ടോ. ഈ ബെഞ്ചമിൻ
റിപ്പോർട്ടിനകത്ത് നമ്മൾ എഴുതി കൊടുത്ത കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം നടപ്പാക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. പലരും അതിനെ എതിർക്കുന്നുണ്ട്. അത് പോകട്ടെ. കുട്ടികളെ ശിക്ഷിക്കുന്നത്, ഈ യിരെമ്യാവിൻ്റെ ശിക്ഷണം, അത് നിങ്ങളൊന്ന് പോയി പഠിച്ചാൽ നല്ലതാണ്. ഇസ്രയേൽക്കാർക്ക് വേണ്ടി സ്വയമേവ ശിക്ഷ സ്വീകരിച്ചു പ്രവാചകനായ യിരെമ്യാവ്. അദ്ദേഹം ആരെയും ശിക്ഷിച്ചില്ല, മറിച്ച് ശിക്ഷ സ്വയമേവ സ്വീകരിച്ചു. അങ്ങനെയാണ് ഇങ്ങേര് പോയി ചെളി കിടന്നത്. എവിടെ കിടന്നത്? ഈ നോയമ്പിലെ പ്രാർത്ഥനയിൽ യിരെമ്യാവ് ചെളിക്കുണ്ടി കിടന്നൊക്കെ പറയുന്നുണ്ട്. സമയപരിമിതിയാൽ പറയുന്നില്ല. ശിക്ഷ സ്വീകരിക്കേണ്ടത് നമ്മളാണ്. ഒരിക്കലും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാനായി ശ്രമിക്കേണ്ട. അതിനേക്കാൾ ഉപരിയാണ് ഹോശയ്യാവിൻ്റെ അനുസരണം. ആരുടെ അനുസരണം? അപ്പൊ ഈ 5 കാര്യങ്ങൾ ഓർത്തോ. ഒന്നാമത് പറഞ്ഞ തന്നെ, രണ്ടാമത് പറഞ്ഞ തന്നെ മോശയുടെ വിനയം, മൂന്നാമത് പറഞ്ഞ തന്നെ ദാവീദിന്റെ കീർത്തനം, നാലാമത്തെ തന്നെ യിരെമ്യാവിൻ്റെ ശിക്ഷണം, അവസാനത്തേത് ഹോശയുടെ അനുസരണം എന്ന് പറയുന്നത് ഭയങ്കര കേട്ടോ. അത് ഹോശയ പ്രവചനം പഠിക്കുമ്പോൾ അറിയാം. സത്യത്തിൽ ദൈവം ഹോശയാവിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ വ്യഭിചാരിണിയും സത്യമില്ലാത്ത ആളും ഒക്കെയാ, എന്നാലും നീ അവളെ കൂട്ടിക്കൊണ്ടു വരണം. ഇന്നാണെങ്കിൽ അത് മനസ്സിലിരിക്കട്ടെന്ന് പറയും. പക്ഷെ ഹോശയ കൂട്ടിക്കൊണ്ടു വന്നു. കാരണം ദൈവത്തെ അത്രമാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് മതിയോ? ഇതെന്താണ്? ഇതിൽ നിലനിൽക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക, പഠിപ്പിച്ച് പഠിക്കുക. എല്ലാറ്റിലും ഉപരി സംശയം മറിയാമിനാണോ? ആണ്ട്. സംശയം ആർക്കാണ്? അത് നമുക്കാ സംശയം, കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാകുന്നത് പഠിപ്പിക്കുന്നവർക്കാണ്. അതിൽ നമ്മൾ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാ? ഏലിയാവിൻ്റെ വിശ്വാസം, മോശയുടെ വിനയം, ദാവീദിന്റെ കീർത്തനം, യിരെമ്യാവിൻ്റെ ശിക്ഷണം. പിന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.